എന്റെ പേര് മിനു. എന്റെ ചാനലിലോട്ട് സ്വാഗതം. എന്റെ ചാനലിന്റെ പേര് ഫീൽ ഗുഡ് ആൻഡ് ലിവ് ഗുഡ് മലയാളി എന്നാണ്. അപ്പൊ ഞാൻ ഇന്ന് വീണാസ് കറി വേൾഡ് യൂട്യൂബ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വീണ ചേച്ചിയുടെ വീഡിയോസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് വീണ ചേച്ചി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ള, വീണ ചേച്ചി ഞാൻ എങ്ങനെയാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടതെന്നല്ലേ. ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞിരുന്ന സമയത്ത് വീട്ടിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടും ചപ്പാത്തി ഒക്കെ സോഫ്റ്റ് ഒന്നും ആവുന്നില്ല, ഒരു ടേസ്റ്റും ഇല്ല, കുറച്ച് കട്ടിയൊക്കെ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തു എങ്ങനെ നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് വീണ ചേച്ചിയുടെ വീഡിയോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ. അത് ഒരു 15 മിനിറ്റ്സ് എങ്ങാണ്ട് ഉണ്ട് കേട്ടോ ആ വീഡിയോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ഇത്രയും മിനിറ്റ് വേണോ, ഈ കുഴച്ചൊക്കെ കാണിക്കാൻ വേണ്ടി ഇത്രയും മിനിറ്റ് വേണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അത് അങ്ങനെ വെച്ച് കണ്ടു നോക്കി. അപ്പൊ വീണ ചേച്ചി ഓരോ കുഞ്ഞു കാര്യങ്ങളും ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോ സ്റ്റെപ്പ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഇഷ്ടം തോന്നി ആ ഒരു ചാനലിലോടും ആ ഒരു എക്സ്പ്ലേഷൻ രീതിയോടൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ പിന്നെ എനിക്ക് അന്ന് ഉണ്ടാക്കിയ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്നും അതേ രീതിക്ക് എന്റെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീണ ചേച്ചിയുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഞാൻ വീണ ചേച്ചിയുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഒക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഞാനൊരു റെഗുലർ വ്യൂവർ ആയി മാറി വീണ ചേച്ചിയുടെ കേട്ടോ. പിന്നെ അതുപോലെ വീണ ചേച്ചിയുടെ വേ ഓഫ് പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീണ ചേച്ചി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീണ ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ വീണ ചേച്ചി ഒട്ടും ഓവർ ആവാതെ ഒട്ടും ചാടയോ അങ്ങനെ ഷോ ഓഫ് ഒന്നും കാണിക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മളെങ്ങനെ സംസാരിക്കുന്നത്. വീണ ചേച്ചി സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു മുഖത്തൊരു സ്മൈൽ ഉണ്ടാവും. അതേപോലെ തന്നെ വീണ ചേച്ചി ഭയങ്കര കാഷ്വൽ ആയിട്ടൊരു രീതിയിലാണ് നമ്മളോട് എല്ലാവരോടും ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇടപെടുകാറ്. എന്റെ ചാനൽ ഒരു കുക്കിംഗ് ചാനലല്ല, എന്നിരുന്നാലും വീണ ചേച്ചിയുടെ ആ വേ ഓഫ് പ്രസന്റേഷൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എങ്ങനെ ക്യാമറയുടെ മുന്നിൽ അധികം ജാടയൊന്നും ഇല്ലാതെ ബട്ട് നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറാനും എപ്പോഴും ഒരു സ്മൈലോട് കൂടി പ്രസന്റ് ചെയ്യാനും ഒക്കെ ഞാൻ ആ ഒരു എനർജി സംസാരിക്കണമെന്നും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എനിക്ക് വീണ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചാനലാണ് ഇപ്പൊ എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ വീണ ചേച്ചി സാരീസും വീണ ചേച്ചിയുടെ മാലയും ജ്വല്ലറിയും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വീണ ചേച്ചി നല്ലൊരു ഡ്രസ്സിങ് സെൻസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു വീണ ചേച്ചിയുടെ വീഡിയോയിൽ. ചേച്ചിയുടെ മൈസൂർ പാക്ക് ഉണ്ടാക്കേണ്ട വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ചേച്ചി പറയുന്നുണ്ട് ഞാൻ 10 വട്ടോ 8 വട്ടോ എങ്ങാണ്ട് ട്രൈ ചെയ്തിട്ടാണ് അവസാനം ആ റെസിപ്പി കറക്റ്റ് ആയത്. ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാനൊക്കെയാണെങ്കിൽ 1 or 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് ശരിയായില്ലേ പോട്ടെ ഇതൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ വിടുമായിരുന്നു. അപ്പൊ ഞാനത് എനിക്ക് വീണ ചേച്ചിയുടെ ആ ഒരു ഡെഡിക്കേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ലൈഫിലാണെങ്കിലും എന്താ പറയാ, നമുക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് 2-3 വട്ടം നമ്മൾ ചിലപ്പോൾ അത് ഫെയിലിയർ ആയാലും പിന്നെയും നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണം എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്നെ ഒരു പ്രാവശ്യം ശരിക്കും എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ ആലോചിച്ചു വീണ ചേച്ചി നമുക്ക് കുറെ റെസിപ്പീസ് ഒക്കെ തന്നിട്ടുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് വീണ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ ചേച്ചിയുടെ റെസിപ്പി ഏതാന്ന് വെച്ചാൽ അത് തന്നെ വീണ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ. ഞാൻ വീണ ചേച്ചിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അത് വേറെ ഒന്നുമല്ല, അത് കുറച്ച് മധുരമുള്ള റെസിപ്പിയാണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. സദ്യയിലുള്ള പോലെ പിങ്ക് കളറുള്ള പാലട പ്രഥമൻ. ഞാനത് കഴിഞ്ഞ ഓണത്തിന് ഉണ്ടാക്കി നോക്കിട്ടോ. എപ്പോ ഉണ്ടാക്കിയാലും ഈ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ നമുക്ക് സദ്യയുടെ പോലെ അങ്ങനെ ഒരു കുറുക്കൊന്നും അത്ര വരാറില്ല. അപ്പൊ വീണ ചേച്ചി പറഞ്ഞ പോലെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ അതുപോലെ പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെ ഇതിന്റെ റെസിപ്പി എന്നാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സംഭവം തന്നെയാണ് ഇന്ന് ഞാൻ വീണ ചേച്ചിക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ പാല് വെക്കണം. അപ്പൊ പാലെല്ലാം ഞാൻ അളന്നെടുത്തിട്ട് വെക്കാൻ പോവാണ്. ഞാൻ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പാൽ ഏതാണ്ട് തിളച്ചു. ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 1 അവറോളം ഞാൻ വെക്കാൻ പോവാണ്. അട എടുത്തിട്ട് ചൂടുവെള്ളത്തിലിടാൻ പോവാട്ടോ. അപ്പം ഞാനൊരു 150 ഗ്രാം അട എടുത്തിട്ട് ചൂടുവെള്ളത്തിലിടാം. ഇത് പെട്ടെന്ന് വേവുന്ന അടയാണ്, അപ്പോൾ അധികം നേരമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ.
അപ്പോൾ നല്ല സോഫ്റ്റ് ആവണ വരെ വേവിച്ചെടുക്കും. ഇപ്പോൾ ഓൾറെഡി തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരു അരിപ്പയിലോട്ട് എടുത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകണം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യിനകത്ത് ഈ അട വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ അടയുടെ കൂടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി മധുരം വേണതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ കൂടുതൽ ചേർക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഈ വഴന്നു വന്ന അടയിലേക്ക് തണുപ്പിച്ചെടുത്ത പാല് ഞാൻ ചേർക്കാൻ പോവാണ്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ജസ്റ്റ് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിള വന്നു. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഇതുപോലെ സദ്യക്ക് കിട്ടുന്ന പോലെ പിങ്ക് കളറുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും, പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക് യു വീണ ചേച്ചി, ഇത്രയും നല്ലൊരു റെസിപ്പി ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. അപ്പോൾ എൻ്റെ പായസമൊക്കെ റെഡിയായി. ഞാൻ ഉണ്ടാക്കിയ പായസം വീണ ചേച്ചിക്കും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.